ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് മാംഗോ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് മാംഗോ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള മാംഗോ ലെയർ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ മാംഗോ ബ്രെഡ് പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂണുള്ള പാൽപ്പൊടി ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പുഡിങ്ങിന് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഈ പാൽപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് കലക്കിയെടുക്കാൻ. ഒട്ടും കട്ടയില്ലാതെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരൊന്ന് കലക്കിയെടുക്കാം. ഞാനിത് മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് ഈ പാൽപ്പൊടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പാൽപ്പൊടി കലക്കിയെടുക്കേണ്ട, ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതിന് പകരം മിൽക്ക് മെയ്ഡ് എടുത്താൽ മതി. പാൽപ്പൊടി കലക്കിയത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ഇതും കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഈ പൊടികളൊക്കെ ഇല്ലേ, ഇങ്ങനെ കലക്കി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചേർക്കുമ്പോൾ കട്ട കെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കി മാറ്റി വെക്കാൻ പറയുന്നത്. കസ്റ്റർഡ് കലക്കിയതും അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ട്രേയിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിന് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുത്തോളൂ കേട്ടോ. ഞാൻ ചെറിയ ട്രേയിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് പീസസായി എടുത്തിട്ടുള്ളൂ കേട്ടോ ബ്രെഡിൻ്റെത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് പീസസ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് വശത്തുള്ള ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആ ബ്രൗൺ പാർട്ട് കളയണ്ട കേട്ടോ. നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഇതിന് മുൻപ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കും കേട്ടോ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ആവശ്യമുള്ള ബ്രെഡിൻ്റെ ആ ബ്രൗൺ പാർട്ടൊക്കെ കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള മാങ്ങ എടുത്തതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എടുത്തോളൂ. ഇതിപ്പോൾ എൻ്റെ വലുതായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്, ഒന്നിൻ്റെ ഹാഫ് ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റാം. ഇപ്പോൾ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൂടെ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വലിയ ഒരു മാങ്ങയുടെ ഹാഫ് എടുത്തത് കേട്ടോ. അങ്ങനെ 1.5 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട്, മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ചില മാങ്ങ നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇത്ര വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 1-2 ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ബ്രെഡ് പീസസ് ഇട്ടിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് ഓരോ പീസസ് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ടോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങ് ആക്കി എടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ മതി കേട്ടോ. ആ ബട്ടറിൻ്റെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയും ഒന്ന് ചൂടാവാൻ വേണ്ടിയും അത്ര മാത്രം കേട്ടോ. ഇനി അത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ചും അതേപോലെ തന്നെ ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ബ്രെഡും ടോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച പാലില്ലേ, ബാക്കി പാല് കലക്കി, കസ്റ്റർഡും പാൽപ്പൊടിയൊക്കെ കലക്കിയതിൻ്റെ ബാക്കി പാല് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കലക്കി വെച്ച കസ്റ്റർഡില്ലേ, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണേ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കലക്കി മാറ്റി വെച്ച പാൽപ്പൊടി ഉണ്ടായിരുന്നില്ലേ, അതും കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മളിങ്ങനെ കലക്കി വെക്കുമ്പോൾ അതിൻ്റെ അടിവശത്ത് പോയി നിന്നിട്ട് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് കലക്കി വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് കേട്ടോ. കസ്റ്റർഡ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈവെക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാൻ നോക്കുക, അല്ലെ അടിക്ക് പിടിച്ച് പോകാൻ വഴിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കുന്നവരും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയാൽ മതി, വല്ലാണ്ടങ്ങ് കുറുകി പോകാനും പാടില്ല. ഇനി ഇത് ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മാമ്പഴയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനുള്ളത് കേട്ടോ. അതിൻ്റെ ആ പുളിരസം ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് നല്ല പഴുപ്പുള്ള മാമ്പഴം ആയതുകൊണ്ട് തന്നെ പുളിരസവും ഉണ്ടായിരുന്നില്ല. ചിലത് നമുക്ക് മാമ്പഴം എത്ര പഴുത്താലും ഒരു പുളിപ്പ് ഉണ്ടാവുമല്ലോ. ഇത് കണ്ടോ, അതിലിങ്ങനെ ഒരു ബബിൾസ് വന്നിട്ട് അതിങ്ങനെ പൊട്ടുന്ന ഒരു പുക വരുന്ന ഒരു ടൈം ഉണ്ടാവില്ല. ആ ടൈമിന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ. എന്നിട്ട് അത്രയേ വേണ്ടുള്ളൂ, ഒന്ന് ചൂടായി വന്നാൽ മതി. ആ പുളിരസം ഒന്ന് മാറിയാൽ മതി. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി സെറ്റ് ചെയ്തതിന് മുൻപായിട്ട് കുറച്ച് ബദവും പിസ്തയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് നട്ട്സാണ് ഇടുന്നത് അത് ഇതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ കുറച്ച് പിസ്തയും കുറച്ച് ബദവുമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഈ മാമ്പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ.
ഇനി നമ്മളിതാ ടോസ്റ്റ് ചെയ്ത് വെച്ച ഈ ബ്രെഡില്ലേ അത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കസ്റ്റർഡ് മിൽക്കില്ലേ അത് താഴെ ഒരു ലെയറിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കസ്റ്റർഡ് മിൽക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് പീസസ് വെക്കുക, എന്നിട്ട് വീണ്ടും കസ്റ്റർഡ് മിൽക്ക് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം കേട്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ മിൽക്ക് ചൂടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് സോഫ്റ്റായി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ മാംഗോ പൾപ്പില്ലേ അതുകൂടെ നന്നായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പിസ്തയും ബദമൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ലെയറും കൂടെ ചെയ്യുന്നുണ്ട്, ഞാൻ ലെയറാക്കിയിട്ട് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ വശത്ത് ഒരു ലെയറും കൂടെ ഞാൻ ബ്രെഡ് പീസസ് ഇതുപോലെ ഒന്ന് അടക്കി വെച്ച് കൊടുക്കും. നമ്മൾ താഴ്ഭാഗത്ത് വെച്ചതുപോലെ തന്നെ നല്ല കറക്റ്റ് ആക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. കസ്റ്റർഡ് മിൽക്കും മാംഗോ പൾപ്പൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് ബാക്കി വെച്ച മാംഗോയുടെയും പിന്നെ അതുപോലെ ബദവും പിസ്തയൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രീസറിൽ വെക്കരുത്, നമുക്കൊരു ക്ലീൻ റാപ്പോ അതല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കവർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് താഴത്തെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല എന്താ പറയുക കട്ട് ചെയ്തെടുക്കുന്ന പാകത്തിനാണ് വേണമെന്നെങ്കിൽ ഓവർനൈറ്റൊക്കെ വെച്ചോളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തതുകൊണ്ട് അധികം അങ്ങ് എന്താ പറയുക ടൈറ്റായ ഒരു രീതിയിലല്ല, എനിക്കൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിരുന്നു ഇഷ്ടം. ഓരോരുത്തർക്കും പുഡിങ് ഓരോ രീതിക്കാണ് ഇഷ്ടമാണ്, ചിലർക്ക് കട്ട് ചെയ്തെടുക്കുന്ന രീതിക്കായിരിക്കും ഇഷ്ടം. എനിക്കൊരു ക്രീമി ആയിട്ട് നമുക്കിങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനൊരു ക്രീമി കൺസിസ്റ്റൻസി ആവേണ്ടതുകൊണ്ടാണ് ഓവർനൈറ്റ് വെക്കാതെ പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുത്തത്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് തന്നെ വെക്കാൻ നോക്കാം, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ പുഡിങ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്രീമി ആയിട്ട് കിട്ടേണ്ടതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയം വെക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓവർനൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആവും, അതല്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാൻ നോക്കാം. എനിക്കിത് കണ്ടോ നമ്മൾ ആ ബ്രെഡും ആ ഒരു ക്രീമി ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള ആ ഒരു കസ്റ്റർഡ് മിൽക്കും അതൊക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇഷ്ടം ആ രീതിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുഡിങ് റെസിപ്പീസ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൂടെ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.